മേത്ത് ജിന്ന് കയറിയൊരു പെൺകുട്ടി കാണിച്ചു കൂട്ടുന്ന കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഇതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ എനിക്ക് അറിയാൻ പറ്റിയത്. അതെ, നിസാമുദ്ദീൻ ഔലിയയുടെ ദർഗയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇതിലൊന്നും വിശ്വാസമില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ കുറച്ചൊന്നും അങ്ങോട്ട് മാറിക്കുക. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇതൊക്കെ ഇന്ന് നിലനിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. നിങ്ങൾക്ക് വിശ്വാസമില്ലാന്ന് കരുതി മറ്റുള്ളവരോട് വിശ്വസിക്കരുതെന്ന് പറയാൻ നിങ്ങൾക്ക് ഒരു അധികാരവും ഇല്ല. ദർഗയിലേക്കുള്ള ഈ കവാടം കിടന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് വിളക്കുകൾ കൊണ്ടുള്ളൊരു അത്ഭുത ലോകം തന്നെയാണ്. രാത്രിയായി കഴിഞ്ഞാൽ നിസാമുദ്ദീൻ ഔലിയയുടെ ദർഗയ്ക്ക് പ്രത്യേക ഒരു ഭംഗിയാണ്. ആയിരക്കണക്കിന് മനുഷ്യന്മാർ അവരുടെ സങ്കടങ്ങൾ പറയാനും അവരുടെ ഉള്ളു തുറന്ന് കരയാനും ഒക്കെ വരുന്ന ഒരു സ്ഥലം. അതാണ് ഡൽഹിയിലെ നിസാമുദ്ദീൻ ദർഗ. അജ്മീറിലെ ഖ്വാജ മുഹീനുദ്ദീൻ ചിസ്തിയുടെ ശിഷ്യനായിട്ടുള്ള കുത്തുബുദ്ദീൻ ബക്തിയാർ കാക്കി, അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടുള്ള ബാബ ഫരീദുദ്ദീൻ ഗഞ്ചേശക്കർ, അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് നിസാമുദ്ദീനിൽ അന്തി ഉറങ്ങുന്ന ഈ ഹസ്രത്ത് നിസാമുദ്ദീൻ ഔലിയ. 1238 മുതൽ 1325 വരെ ഡൽഹിയിലെ നിസാമുദ്ദീൻ പ്രദേശത്തുള്ള വിശ്വാസികളായിട്ടുള്ള ധാരാളം പേർക്ക് വഴിയും വഴിവിളക്കുമായിട്ടുള്ള നിസാമുദ്ദീൻ ഔലിയ ഇന്ന് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇവിടെ മതമില്ല, ജാതിയില്ല. ആർക്ക് വേണമെങ്കിലും വന്ന് അവരുടെ ഉള്ളിലുള്ള സങ്കടങ്ങൾ ഇവിടെ വന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാം. പൊതുവേ നമ്മുടെ നാട്ടിലുള്ള മുസ്ലിങ്ങളൊന്നും അംഗീകരിക്കാത്ത പൂവിട്ട് പൂജിക്കലും വ്യക്തികൾക്ക് സുജൂദ് ചെയ്യലും ഒക്കെ ഇവിടെ ഇന്നും നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഇത് നിങ്ങളിൽ പലർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ലോകം തന്നെയാണ്. നിസാമുദ്ദീൻ ഔലിയയുടെ ഈ ദർഗ മറ്റൊരു ലോകമാണ്. സമാധാനത്തിൻ്റെ, സ്വസ്ഥതയുടെ മറ്റൊരു ലോകം. ദർഗയുടെ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല. സ്റ്റേ ട്യൂൺഡ്.